ഇനി മണിക്കൂറുകൾ മാത്രം നീണ്ട കാത്തിരിപ്പ്. പ്രാരംഭഘട്ടം മുതൽ പഴി കേൾക്കേണ്ടി വന്ന രാഷ്ട്രീയ അരങ്ങേറ്റം. നേരിടേണ്ടി വന്നതത്രയും കല്ലേറുകളാണ്. കരൂർ ദുരന്തവും CBI അന്വേഷണവും ജനനായകൻ ചോർച്ചയുമെല്ലാം അയാളെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ജനനായകൻ പരാജയപ്പെട്ടാൽ വീണ്ടും അഭിനയിക്കുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ പരിഹാസങ്ങളുടെ പെരുമഴയാണ്. വോട്ട് ചെയ്തത് അറിയിച്ച തൃഷയുടെ ചിത്രത്തിന് പിന്നാലെ പോസ്റ്റിന് ബാക്ക്ഗ്രൗണ്ടായി ഇട്ട ഗില്ലിയിലെ പാട്ടിനെ ചൊല്ലിയുള്ള കളിയാക്കലുകൾ വേറെ. എല്ലാത്തിനുമുള്ള മറുപടി വൈകാതെ എത്തുമെന്ന പ്രതീക്ഷയിൽ മിണ്ടാതിരിക്കുന്ന വിജയ്. ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന അവസാന ചിത്രം ജനനായകൻ പേര് വിവാദത്തിൽ തുടങ്ങി സെൻസറിംഗ് പ്രശ്നങ്ങളും OTT കരാറിൽ നിന്ന് ആമസോൺ പ്രൈം പിന്മാറിയതും ഒടുവിൽ ചിത്രം പീസുകളായി Xലൂടെ ചോർന്നതും പോലെ ഗുരുതര പ്രശ്നങ്ങൾ ഒരു വശത്ത്, തൃഷയുടെ പേരിൽ ഉയരുന്ന വിവാദ പരാമർശങ്ങൾ മറുവശത്ത്, തനിക്ക് നേരെ പൂക്കളെറിഞ്ഞ ആരാധകരെ കണ്ട് പേടിച്ചോടി പോകുന്ന അത്രയും ഇൻസെക്യൂരിറ്റിയിൽ പൊതുനിരത്തിൽ ഇറങ്ങേണ്ടി വരുന്ന അവസ്ഥ. എല്ലാത്തിനുമിടയിൽ കലുഷിതമായ ഈ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ അയാളുടെ പ്രചാരണ പരിപാടികൾ തുടരുന്നു. പള്ളികളും അമ്പലങ്ങളും മാറി മാറി കയറുന്നു. ശയന പ്രദക്ഷിണം മുതൽ മുട്ടിലിഴയിൽ വരെ എല്ലാ മതസ്ഥരോടും ഐക്യപ്പെട്ടുകൊണ്ടുള്ള വോട്ടഭ്യർത്ഥന. ഇത്രയൊക്കെ ആയിട്ടും തമിഴ്നാട് രാഷ്ട്രീയത്തിലെത്തി വിജയം കാണാതെ പോയ സിനിമാ താരങ്ങളുടെ പട്ടികയിൽ ഒടുവിലത്തെ താരമെന്ന നിലയ്ക്കായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തുടക്കഘട്ടം മുതൽ വിജയിയെ പരിഗണിച്ചിരുന്നത്. എന്നാൽ അത്തരം മുൻവിധികളെയെല്ലാം കാറ്റിൽ പറത്തുന്നതായിരുന്നു അടുത്തിടെ പുറത്തുവന്ന ചില എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ. വിജയ് നയിക്കുന്ന TVK എന്ന രാഷ്ട്രീയ പാർട്ടി സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റിമറിച്ചുവെന്ന തിരിച്ചറിവിലും സംസ്ഥാനം ആര് ഭരിക്കണമെന്നത് TVK തീരുമാനിക്കുമോ എന്ന ഭയത്തിലുമാണ് ഇന്ന് എതിർ പാർട്ടികളുള്ളത്. TVK 98 മുതൽ 120 സീറ്റുകൾ വരെ നേടുമെന്ന് NDTV ആക്സസ് മൈ ഇന്ത്യ പ്രവചനം നടത്തിയതിന് പിന്നാലെ 63 സീറ്റുകൾ വരെ നേടുമെന്ന് ടുഡേയ്സ് ചാണക്യയുടെ പ്രവചനം കൂടി വരുന്നു. രണ്ടും വിജയിയെ തുണയ്ക്കുന്നു. പിന്നാലെ തമിഴ് രാഷ്ട്രീയം ചൂടുപിടിക്കുന്നു. എതിരാളികളെ ആശങ്കയിലാക്കും വിധം യുവാക്കൾക്കുമേൽ സ്വാധീനം ചെലുത്താൻ TVK പാർട്ടിക്കും വിജയ് എന്ന നേതാവിനും ആയിട്ടുണ്ട് എന്നതാണ് വിലയിരുത്തൽ. പ്രവചനങ്ങൾക്ക് പിന്നാലെ തമിഴക വെട്രിക്കഴകം പാർട്ടി കുതിപ്പ് നടത്തുമെന്ന പ്രതീക്ഷ ഏറി വരികയാണ്. പ്രവചനങ്ങൾ ശരിയായാൽ വിജയ് തമിഴ്നാട്ടിൽ നിർണായക ശക്തിയായി മാറുമെന്നതാണ് കണക്കുകൂട്ടൽ. നിലവിൽ DMKയും AADMKയും തമ്മിലാണ് ശക്തമായ മത്സരമെങ്കിലും പ്രവചനങ്ങൾ പോലെ കാര്യങ്ങൾ ഫോട്ടോ ഫിനിഷിൽ അവസാനിച്ചാൽ TVK തീരുമാനിക്കും തമിഴ്നാടിന്റെ രാഷ്ട്രീയ ഭാവി എന്താവണമെന്ന്. അതായത് വിജയ് തീരുമാനിക്കും. തമിഴ്നാട്ടിൽ ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നതാണ് പുറത്തുവരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ തരുന്ന സൂചന. ഈ സാഹചര്യം മനസ്സിലാക്കി സിനിമാ സ്റ്റൈൽ മുന്നൊരുക്കങ്ങളും വിജയ് എടുത്തു കഴിഞ്ഞു. ജയിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടും പോകരുത് എന്ന തമാശ രൂപേണയാണ് സ്ഥാനാർത്ഥികളോട് വിജയ് പറഞ്ഞതെങ്കിലും ആ പറച്ചിൽ അങ്ങനെ വെറുതെ ആയിരുന്നില്ല. വിജയ സാധ്യതയുള്ള തങ്ങളുടെ സ്ഥാനാർത്ഥികളെ മറ്റ് പാർട്ടികൾ സ്വാധീനിക്കാതിരിക്കാനായി വിജയിക്കുന്ന TVK സ്ഥാനാർത്ഥികളെ മഹാബലിപുരത്തിനടുത്തുള്ള പൂഞ്ചേരിയിലെ ഒരു റിസോർട്ടിലേക്ക് മാറ്റാനാണ് വിജയുടെ തീരുമാനം. കുറഞ്ഞത് 100 സ്ഥാനാർത്ഥികളെങ്കിലും താമസിക്കാൻ സൗകര്യമുള്ള റിസോർട്ട് സജ്ജമാക്കാനാണ് വിജയ് പറഞ്ഞിട്ടുള്ളത്. തൂക്കുമന്ത്രിസഭ വരാനുള്ള സാധ്യത കണക്കിലെടുത്ത് കുതിരക്കച്ചവടം തടയാനും പാർട്ടി ഐക്യം ഉറപ്പിക്കാനുമുള്ള ദളപതി നീക്കം. സ്ഥാനാർത്ഥികൾ വിജയിച്ചു കഴിഞ്ഞാൽ കാലതാമസം കൂടാതെ പനിയൂരിലെ പാർട്ടി ആസ്ഥാനത്തേക്ക് എത്തണമെന്നതാണ് വിജയുടെ ഓർഡർ. വിജയ് എത്തുമെന്ന് അറിയിച്ചിട്ടുള്ള എല്ലാ വേദികളിലും സംഘർഷങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും തുടരുന്നുണ്ട്. ഒടുവിൽ വേളാങ്കണ്ണിയിലുണ്ടായ സംഘർഷം അടക്കം കണക്കിലെടുത്ത് വോട്ടെണ്ണൽ ദിവസം ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സുരക്ഷ ശക്തമാക്കുകയാണ് TVK. ജയമോ തോൽവിയോ ഫലം എന്തു തന്നെയായാലും എല്ലാ സാഹചര്യങ്ങൾക്കും സജ്ജരായിരിക്കാനാണ് വിജയ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. കോൺഗ്രസ് DMK സഖ്യം ഒരു വശത്ത്, NDA മറുവശത്ത്. വൻ ശക്തികളെ കൂടെ കൂട്ടാനാകാതെ തമിഴക വെട്രിക്കഴകവും. ഒരുപക്ഷെ വിജയ് കിങ് മേക്കർ ആവുകയാണെങ്കിൽ TVK ആർക്കൊപ്പം നിൽക്കും? തമിഴക രാഷ്ട്രീയത്തിൽ വിജയ് എന്ത് ചലനമാണ് ഉണ്ടാക്കാൻ പോകുന്നത്? കാത്തിരുന്ന് കാണാം.